ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസം സന്ദർശിക്കും. ഗുവാഹത്തിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് മറ്റന്നാൾ ന്യൂഡൽഹിയിൽ തുടക്കമാകും. നിരവധി ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. എല്ലാ സ്വതന്ത്ര വ്യാപാര കരാറുകളിലും കർഷകരുടെയും ക്ഷീരമേഖലയുടെയും MSMEകളുടെയും താൽപര്യം ഇന്ത്യ സംരക്ഷിച്ചുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയുടെ ടൂറിസം ആവാസ വ്യവസ്ഥയുടെ ബഹുമുഖ വളർച്ചാ എഞ്ചിനാണ് ITDC എന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ നെതർലൻഡ്സിനെതിരെ അമേരിക്കയ്ക്ക് വിജയം. ഇന്ത്യൻ സൂപ്പർ ലീഗ് 12ാം സീസണ് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസം സന്ദർശിക്കും. രാവിലെ ദിബ്രുഗഡ് ജില്ലയിലെ മൊറാൻ ബൈപ്പാസിൽ സജ്ജമാക്കിയ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിൽ യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ ആകാശ പ്രദർശനം അദ്ദേഹം വീക്ഷിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ സൈനിക, സിവിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിനായി വ്യോമസേനയുമായി ഏകോപിപ്പിച്ച് നിർമ്മിച്ച വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ കേന്ദ്രമാണിത്. ഉച്ചയ്ക്ക് ശേഷം ഗുവാഹത്തിയിൽ 5450 കോടി രൂപയിലധികം ചെലവ് വരുന്ന വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. നിരവധി ആഗോള വെല്ലുവിളികൾക്കിടയിലും കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യ അഭൂതപൂർവമായ വികസനത്തിനാണ് സാക്ഷ്യം വഹിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഒരു മാധ്യമ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ ഗ്രാമീണ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായാണ് രാജ്യത്ത് VBG റാംജി ബിൽ കൊണ്ടുവന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്കൊരുങ്ങി ന്യൂഡൽഹി. ഈ മാസം 16 മുതൽ 20 വരെയാണ് ഉച്ചകോടി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡാ സിൽവ, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകെ തുടങ്ങി നിരവധി ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. നിർമ്മിത ബുദ്ധി മേഖലയിലെ സഹകരണം ലക്ഷ്യമിട്ട് ജനങ്ങൾ, ഭൂമി, വികസനം എന്നീ 3 പ്രമേയങ്ങളിലൂന്നിയാണ് ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ ഭാവി സംബന്ധിച്ച് ഉച്ചകോടി ചർച്ച ചെയ്യും. നെതർലൻഡ്സ്, ഗ്രീസ്, ഭൂട്ടാൻ, മൌറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ, സ്പെയിൻ പ്രസിഡന്റ്, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ തുടങ്ങിയവരും ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തും. 45-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല പ്രതിനിധികൾ, അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും പരിപാടിയുടെ ഭാഗമാകും. US ചേംബർ ഓഫ് കൊമേഴ്സും US ഇന്ത്യ ബിസിനസ് കൌൺസിലും നയിക്കുന്ന ഉന്നതതല സംഘവും AI ഉച്ചകോടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK, യൂറോപ്യൻ യൂണിയൻ, 4 രാജ്യങ്ങളടങ്ങിയ EFTA, US എന്നിവയുമായി സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമമാക്കിയിട്ടുള്ള ഏക രാജ്യം ഇന്ത്യയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. എല്ലാ FTAകളിലും കർഷകരുടെയും ക്ഷീരമേഖലയുടെയും MSMEകളുടെയും താൽപര്യം ഇന്ത്യ സംരക്ഷിച്ചുവെന്ന് ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ മുന്നിൽ 2/3 ഭാഗവും ഉൾക്കൊള്ളുന്ന 9 FTAകൾക്ക് കീഴിൽ 38 രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി ബസ് സേവാ പദ്ധതിയുടെ കീഴിലുള്ള പുതിയ ഇലക്ട്രിക് ബസ്സുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെക്ടർ 43 ISBT ചണ്ഡീഗഡിൽ വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്യും. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ 169 നഗരങ്ങളിലായി 10,000 ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിക്കുന്നതിനായി 2023 ഓഗസ്റ്റിൽ ആരംഭിച്ച കേന്ദ്ര സർക്കാർ സംരംഭമാണ് PM ബസ് സേവാ പദ്ധതി. സംഘടിത ബസ് സർവീസുകൾ ഇല്ലാത്ത നഗരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പദ്ധതിയുടെ ലക്ഷ്യം ഡിപ്പോ അടിസ്ഥാന സൌകര്യ വികസനം ഉൾപ്പെടെ ഹരിത നഗര മൊബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെ നിഷേധിച്ച് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ശ്രീ രാഹുൽ ഗാന്ധി പങ്കിട്ട വീഡിയോയ്ക്ക് മറുപടി പറയവെ കർഷക പ്രതിനിധികളായി വേഷമിടുന്ന പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് കോൺഗ്രസ് നേതാവ് ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് ശ്രീ ഗോയൽ ഒരു സമൂഹ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. പരിധിയില്ലാത്ത ഇറക്കുമതി സർക്കാർ അനുവദിച്ചിട്ടില്ലെന്നും നിലവിലുള്ള ഇറക്കുമതി നിലവാരത്തേക്കാൾ കുറഞ്ഞ ക്വാട്ട മാത്രമേ ഏർപ്പെടുത്തിയിട്ടുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പുതിയ സംയോജിത സമുച്ചയമായ സേവാ തീർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു.
സുപ്രധാന മന്ത്രാലയങ്ങളെ ഉൾക്കൊള്ളുന്ന കർത്തവ്യ ഭവൻ 1-ന്റെയും 2-ന്റെയും ഔദ്യോഗിക ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്നലെ നിർവഹിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടേറിയറ്റ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങൾ തുടങ്ങിയവയാണ് സേവാതീർഥിൽ പ്രവർത്തിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നലെ പിരിഞ്ഞു. രണ്ടാം ഘട്ടം അടുത്ത മാസം 9-ന് ആരംഭിക്കും. കഴിഞ്ഞ മാസം 28-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെ നടക്കും. ഇന്ത്യയുടെ ടൂറിസം ആവാസ വ്യവസ്ഥയുടെ ബഹുമുഖ വളർച്ചാ എഞ്ചിനാണ് ITDC എന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ന്യൂഡൽഹിയിൽ ഇന്ത്യ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ 60ാം വാർഷികാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അശോക് ഹോട്ടലിന്റെ 70ാം വാർഷിക പരിപാടിയും ഇതോടൊപ്പം നടന്നു. भारत आने वाले लोगों के मन में जो भारत की छवि वो भारत के लिए लेकर के जाएं, उसके लिए एक वर्ल्ड क्लास इंफ्रास्ट्रक्चर भारत में खड़ा हो सके, इस दृष्टिकोण से भारत के हॉस्पिटैलिटी स्टैंडर्ड को जो निश्चित रूप से भारतीयों के DNA में है, उसका ट्रू रिफ्लेक्शन हमारे इंफ्रास्ट्रक्चर में हो सके, इस दृष्टिकोण से भारत को वैश्विक पर्यटन के मानचित्र पर खड़ा करने के उद्देश्य से उस समय स्थापना की गई थी. ടൂറിസം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 1500 ഗോത്രവർഗ ഹോം സ്റ്റേ ഓപ്പറേറ്റർമാർക്ക് പരിശീലനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി ജുവൽ ഓറം ചടങ്ങിൽ അറിയിച്ചു. ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ITDC വജ്രജൂബിലിക്ക് ആശംസകൾ നേർന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വൈകുന്നേരം നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 30 കോടിയോളം രൂപ ചെലവഴിച്ച് നവീകരിച്ചതാണ് ഈ കേന്ദ്രം. കേരളത്തിൽ അടുത്ത 25 വർഷത്തെ വികസന ദിശ നിർണ്ണയിക്കുന്നതിന് സർക്കാർ രൂപീകരിച്ച നഗര നയത്തിന് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. രാജ്യത്താദ്യമായി നഗരനയം തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്ത് ഗ്രഫീൻ ആവാസ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്ന കേരള ഗ്രഫീൻ പോളിസിക്കും മന്ത്രിസഭായോഗത്തിൽ അംഗീകാരം നൽകി. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. 122 നിയോജക മണ്ഡലങ്ങളിൽ ഇതിനോടകം ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ അറിയിച്ചു. ഹിയറിംഗ് അവശേഷിക്കുന്ന 16 നിയോജക മണ്ഡലങ്ങൾ ഉടൻ തന്നെ നടപടികൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. SIR പ്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പശ്ചിമബംഗാളിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഈ മാസം 16-ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഹിയറിംഗ് ഘട്ടത്തിൽ ജനങ്ങൾ സമർപ്പിച്ച രേഖകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. SIR നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഇറാനിൽ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല വിഷയം അധികാരമാറ്റമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നോർത്ത് കരോലീനയിലെ ഫോർട്ട് ബ്രാഗിൽ സൈനികരുമായി സംവദിച്ച ശേഷമായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. അതേസമയം ഗാസ മുനമ്പിലെ ഇസ്രായേൽ ഹമാസ് സംഘർഷം ശമിച്ച സാഹചര്യത്തിൽ മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും മറ്റൊരു പ്രാദേശിക സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന് ഗൾഫ് അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്നലെ രാത്രി ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ അമേരിക്ക നെതർലൻഡ്സിനെ 93 റൺസിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത USA നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ നെതർലൻഡ്സ് 103 റൺസിന് പുറത്താകുകയായിരുന്നു. ഇന്നത്തെ മത്സരങ്ങളിൽ അയർലൻഡ് ഒമാനെയും ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡിനെയും ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്കയെയും നേരിടും. ഇന്ത്യൻ സൂപ്പർ ലീഗ് 12ാം സീസണ് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസം സന്ദർശിക്കും. ഗുവാഹത്തിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് മറ്റന്നാൾ ന്യൂഡൽഹിയിൽ തുടക്കമാകും. നിരവധി ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. എല്ലാ സ്വതന്ത്ര വ്യാപാര കരാറുകളിലും കർഷകരുടെയും ക്ഷീരമേഖലയുടെയും MSMEകളുടെയും താൽപര്യം ഇന്ത്യ സംരക്ഷിച്ചുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയുടെ ടൂറിസം ആവാസ വ്യവസ്ഥയുടെ ബഹുമുഖ വളർച്ചാ എഞ്ചിനാണ് ITDC എന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്.
കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിൽ നെതർലൻഡ്സിനെതിരെ അമേരിക്കയ്ക്ക് വിജയം. ഇന്ത്യൻ സൂപ്പർ ലീഗ് 12ാം സീസണ് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.